എടാ നിന്റെ ഭാര്യയും മക്കളെ നീ നാട്ടിൽ ഇട്ട ചെന്തിനാണ് നീ ഡെറാഡൂണി വന്നിട്ട് ഈ വീടും വെച്ച് താമസിക്കുന്നത് ഈ തണുപ്പത്ത്? എന്റെ ഭാര്യയും മക്കളും ഇടയ്ക്കിടയ്ക്ക് വരുവാടാ. അവർ മാസത്തിൽ ഒരു തവണ വെച്ച് വരും. ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു 3-4 ദിവസമൊക്കെ നിൽക്കും ഇവിടെ. എന്നിട്ട് അങ്ങ് പോകും. അവർക്കാണെങ്കിൽ ഈ തണുപ്പ് പറ്റത്തില്ല. അതുകൊണ്ടാണ്. നിനക്കറിയാമല്ലോ, എനിക്കാണെങ്കിൽ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ പോലീസിലായിരുന്നു നേരത്തെ. എന്നാലും എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നീ ഇവിടെ വിട്ടേച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ. മക്കൾ പഠിക്കുവാണോ ഇപ്പൊ? ഒരു മോനേ ഉള്ളൂ. മോനിപ്പോ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്നാ പിന്നെ മക്കളവിടെ താമസിച്ചോ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും തണുപ്പ് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒരു വീട്ടിൽ കയറി ഇവരെല്ലാരും കൂടെ. എന്നിട്ടാ പറഞ്ഞ് തണുപ്പത്ത് താമസിക്കാൻ വരാമെന്ന്. നിങ്ങൾ കുറെ അന്വേഷിച്ച് ബുദ്ധിമുട്ടിയല്ലേ? അറിയാത്ത നാട്ടിൽ വന്ന പിന്നെ നമ്മള് ബുദ്ധിമുട്ടാ എന്ത് ചെയ്യാനാ? എന്നാലും ഒന്ന് ഫ്രഷ് ആയിക്കേ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാവും ഇനി. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാനാണെങ്കിലേ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കൊണ്ടുവരും. ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുമല്ലേ ചെയ്യാറുള്ളത്? എന്നും ഇങ്ങനെ ഓർഡർ ചെയ്യുമോ? എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ എപ്പോഴാണ് സമയം? ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് സമയമില്ല. പിന്നെ വൈഫ് വരുമ്പോഴത്തേക്ക് അവൾ ഉണ്ടാക്കും. അല്ലാതെ ഞാൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചങ്ങ് ശീലമായി മോളെ. ഇപ്പൊ പേടിയൊന്നും ഇല്ല. എന്താ അവിടെ ഒരു രഹസ്യം പറിച്ചത്? കഴിക്കാൻ ഞാനിപ്പോ ഓർഡർ ചെയ്തേക്കുന്നത് ബിരിയാണിയാ. ബിരിയാണി ആർക്കും ഇഷ്ടമില്ലാത്തതായിട്ടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ബിരിയാണി? എന്നാ വാ മക്കളെ, നമുക്ക് മുറിയിലോട്ട് പോകാം. എടാ നിങ്ങൾ ആ മുകളിലത്തെ മുറി താമസിച്ചോ കേട്ടോ. 2 ദിവസത്തേക്കല്ലേ ഉള്ളടാ. ഞങ്ങൾ മുകളിൽ താമസിക്കാം. എല്ലാവർക്കും റൂം ഇഷ്ടമായോ? എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഞാനെന്നാ പോയി ചെയ്യട്ടെ. എന്നാ നീ ചെല്ല്. മഹേഷ് അവിടെ നിന്നേ. എന്താടാ? എടാ ഞാൻ തന്ന ഫയല് നിന്റെ ഉണ്ടല്ലോ. സൂക്ഷിച്ച് വെച്ചേക്കുവാണല്ലോ. അത് ഞാൻ എപ്പോഴും പെൻഡ്രൈവിലാക്കിയിടാ ഫയല്. ഇനിയിപ്പോ ഫയല് കളഞ്ഞു പോയാലും പേടിക്കണ്ടല്ലോ. അത് നന്നായി എന്തായാലും. അയ്യോ, നിങ്ങളുടെ വീട്ടിലെ മെത്തേഡാരും പറയല്ലേ. ഞാനും അമ്മയും കൂടെ അന്ന് ഗ്രാനി വന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ആ മെത്തേ കിടന്ന് അയ്യോ എനിക്ക് ഇപ്പോഴും പുറമേതിനെയും സ്പ്രിംഗ് മാട്രസസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കിടന്നത്. അയ്യോ എന്ത് കരിങ്കല്ലി കിടക്കുന്നതിന് തുല്യമായിപ്പോയി. പിള്ളേരെ പോയി കുളിച്ചേ. മോളെ ബാത്റൂമിലാണെങ്കിൽ വെള്ളം ചൂടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി കുളിക്ക്. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വാ. കുട്ടനെന്തേ മിടുക്കന്. അവനാണെങ്കിൽ എന്ത് പറഞ്ഞാലും അവനാണെങ്കിൽ ഈ തണുപ്പൊക്കെ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു വിഷമവും ഇല്ല. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തണുപ്പത്താങ്കി ഇറങ്ങി നടക്കാനും അവന് പേടിയില്ലായിരുന്നു. പേടിയല്ല, അവന് അന്നേരം ഒരു വയ്യാഴി ഇല്ലായിരുന്നു. തണുപ്പത്ത് വയ്യാന്ന് പറഞ്ഞ് നോൻ പറഞ്ഞില്ലല്ലോ. ഈ പെമ്പിള്ളേർ രണ്ടുപേരും ഇങ്ങനെ തണുപ്പത്ത് വയ്യാൻ പറഞ്ഞ് നടക്കുന്നത്. മക്കളെ തപ്പിച്ചിരിക്കാതെ പെട്ടെന്ന് പോയി കുളിച്ചേ. ഇപ്പൊ ഫുഡ് കൊണ്ടുവരുന്നില്ലേ പറഞ്ഞത്? കുളിച്ചിട്ടെല്ലാം കഴിച്ചാൽ മതി കേട്ടോ. ശരി ആന്റി, ഞാൻ ആദ്യം കുളിക്കാം. ഫുഡ് ആദ്യം കഴിക്കണം. അതുകൊണ്ടാ. അമ്പടി കള്ളി, നീയാണ് കൊള്ളാലോടി. ഇതിനകത്ത് കയറിയിട്ട് വലിയ തണുപ്പൊന്നും ഇല്ല. ചേട്ടൻ കണ്ടില്ലേ, ഹീറ്റർ ഇട്ടേക്കും ഇവിടെ. ആണോ? വെറുതെ അല്ല. അയ്യോ, ഇതാണെങ്കിൽ എനിക്ക് എത്ര തന്നെ ഈ വാഷ് ബേസ്. ഈ പാത്രത്തിന്റെ മണ്ടയ്ക്ക് കയറാം. കൈ കഴുകണമെങ്കിൽ കുറച്ച് പാട് വിടുമല്ലോ. പക്ഷെ നല്ല ബാത്റൂം ആയിരുന്നു, സൂപ്പർ ബാത്റൂം. ഒന്ന് കണ്ണാടി നോക്കിക്കളയാ. എന്റെ രൂപം ഇങ്ങനെ കാണുന്ന കണ്ണാടിക്കകത്ത് നോക്കിയപ്പോഴേ കണ്ണൊക്കെ തുറച്ചിരിക്കുന്നത്. എന്റെ കണ്ണ് ഇങ്ങനെ അല്ലല്ലേ ഇരിക്കുന്നത്. അത് തന്നെയല്ല, മുടി ഉണ്ടല്ലോ. ഞാൻ മുടി കെട്ടി വെച്ചേക്കില്ലേ. പക്ഷെ എന്റെ രൂപം കണ്ണാടിക്കകത്തോടെ കണ്ടപ്പോ മുടി അങ്ങ് പിന്നെ ഇട്ടേക്കുന്നത്. ഇതെങ്ങനെ എന്റെ രൂപം ഇങ്ങനെ വന്ന കണ്ണാടിക്കകത്തോടെ നോക്കിയപ്പോഴേ എന്റെ രൂപം ഇപ്പൊ കാണുന്നില്ലല്ലോ. ഈ ആന്റിയുടെ കൂർക്കമ്പലി കാരണം എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഈ അങ്കിൾ അങ്ങനെ കൂടെ കിടന്ന് ഉറങ്ങുമോ? ഈ ആന്റി എന്തൊരു കൂർക്കമ്പലി ഇത്. അത് തന്നെയല്ലേ, ഈ കിങ്ങിണിയും കൂട്ടുമുള്ള അറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിൽ സ്ഥലവും ഇല്ലെങ്കിൽ ഞാൻ മിക്കവാറും താഴെ കിടക്കും. ഇപ്പൊ മലർന്ന് കിടന്ന് നോക്കാം. എന്ത് താഴെ കിടന്നെന്ത് വലിയുന്ന പോലെ. എനിക്ക് വീണ്ടും മുടി വന്നോ? ഞാൻ ഉച്ചയ്ക്ക് കുളിച്ചപ്പോഴത്തേക്ക് മുടി കണ്ടുപോലെ തന്നെ എനിക്ക് മുടി വീണ്ടും വന്നേക്കുന്നത്. അയ്യോ, എന്റെ കണ്ണിനിപ്പോ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? കണ്ണ് ഉച്ചയ്ക്ക് ഇരുന്ന പോലെ തുറച്ചായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ആ കണ്ണാടി കൂടെ നോക്കിയപ്പോ കണ്ട രൂപം